ഇന്നത്തെ എപ്പിസോഡിൽ നമ്മുടെ റെന ഫാത്തിമയാണ് എവിക്റ്റായിട്ട് പോകുന്നത്. അതിൻ്റെ എല്ലാ തെളിവുകളും പുറത്തു വരുന്നുണ്ട്. ഇന്ന് 50ാമത്തെ എപ്പിസോഡാണ് ബിഗ് ബോസിൻ്റെ. ലാലേട്ടൻ വന്നിട്ട് പറയുന്നുണ്ട് ഇന്ന് എവിക്ഷൻ പ്രക്രിയ ഉണ്ട് എന്ന്. ലാലേട്ടന് ഒരു നമ്പർ എടുക്കും, അത് അനുമോളെ കയ്യിലായിരിക്കും. ആരാണ് എവിക്റ്റായി പോകണമെന്നുള്ള അവരെ പേരുണ്ടാവുക. അനുമോൾ അവരെ നേരെ പോയിട്ട് മാലയിടണം, അവരായിരിക്കും എവിക്റ്റായിട്ടുണ്ടാവുക. എന്തായാലും നമ്മുടെ ആദിലുണ്ട്, അതുകൊണ്ട് തന്നെ നൂറ കരയുന്നതാണ് പ്രൊമോയിൽ കാണിക്കുന്നത്. എന്തായാലും ആദിലയല്ല ഔട്ടായി പോകുന്നത്, നമ്മുടെ റെന ഫാത്തിമയാണ്. വോട്ടിങ്ങിൻ്റെ റിസൾട്ട് വന്നപ്പോൾ റെന ഫാത്തിമക്കാണ് ഏറ്റവും കുറവ് വോട്ടിങ് കിട്ടിയിട്ടുള്ളത്. അതുകൊണ്ട് എന്തായാലും നമുക്ക് ഉറപ്പിക്കാം അത് റെന ഫാത്തിമ എന്നുള്ളത്. എന്തായാലും റെന ഫാത്തിമ പോകുന്നതിലാണ് നമ്മുടെ നൂറ കരയുന്നത്. അതാണ് പ്രൊമോയിൽ കാണിക്കുന്നത്. എവിക്ഷൻ നടക്കുമ്പോൾ എന്തോ കാര്യമായിട്ടുള്ള പ്രശ്നം ഉണ്ടാവുന്നുണ്ട് നമ്മുടെ നൂറയുടെ ഭാഗത്തുനിന്നും നമ്മുടെ അനുമോളുടെ ഭാഗത്തുനിന്നും. ലാലേട്ടൻ നന്നായിട്ട് അവരെ വഴക്ക് പറയുന്നുണ്ട്. ലാലേട്ടന് ഇറങ്ങി പോകുന്നുണ്ട് ബിഗ് ബോസ് എന്താ വെച്ചാൽ ചെയ്തോ എന്ന് പറഞ്ഞിട്ട്. എന്താണ് അവർ ചെയ്തതെന്നുള്ളത് നമുക്ക് കണ്ടറിയാം. ചിലപ്പോൾ നമ്മുടെ റെന ഫാത്തിമ പോകുന്നതിൽ നൂറ എന്തെങ്കിലും കരയുക അങ്ങനെ എന്തെങ്കിലും കാട്ടിയതാവും. എന്തായാലും എവിക്റ്റായി പോകുന്നത് നമ്മുടെ ആദിലയല്ല, റെന ഫാത്തിമയാണ്. ആ സങ്കടത്തിലായിരിക്കാം നമ്മുടെ നൂറി അനുമോൾ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടാവും. ആ ദേഷ്യമായിരിക്കാം നമ്മുടെ ലാലേട്ടൻ പ്രകടിപ്പിക്കുന്നത്. എന്തായാലും നമ്മുടെ ഇന്നത്തെ പ്രൊമോയിൽ എന്തായാലും ലാലേട്ടൻ നന്നായിട്ട് ദേഷ്യപ്പെടുന്നതാണ് കാണിക്കുന്നത്. ഇന്നത്തെ പ്രൊമോ ഭയങ്കര കൺഫ്യൂഷൻ ആക്കുന്ന രീതിയിലാണ് ഇറങ്ങിയിട്ടുള്ളത്. നമ്മുടെ നൂറ കരയണ കണ്ടാൽ നമുക്ക് വിചാരിക്കാം ആദിലയാണ് പുറത്തായിട്ടുള്ളതെന്ന്. എന്തായാലും ഒരിക്കലും ആദിലയല്ല പുറത്തായിട്ടുള്ളത്. റെന ഫാത്തിമ പുറത്തിറങ്ങിയതിൻ്റെ പല തെളിവുകളും ഇപ്പോൾ പുറത്ത് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ റെന ഫാത്തിമ ഇത്ര പെട്ടെന്ന് പുറത്തിറങ്ങേണ്ട ഒരാളായിരുന്നു. എന്തായാലും ബിഗ് ബോസിനെ പറ്റിയിട്ട് റെന ഫാത്തിമക്ക് എന്താണ് പറയാനുള്ളത് എന്നുള്ളത് നമുക്ക് റെന ഫാത്തിമ പുറത്ത് വന്നതിന് ശേഷം പറയുന്നത് കേൾക്കാം.